Hello everyone, welcome back. ജർമ്മനിയിൽ എങ്ങനെ ഒരു ഹൗസ് ബിൽഡർ പ്രോഗ്രാം ചെയ്യാം അല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ പ്രോഗ്രാം ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ധാരാളം പേർ അന്വേഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വൊക്കേഷണൽ പ്രോഗ്രാം ജർമ്മനിയിൽ. നിങ്ങൾക്ക് അറിയായിരിക്കും ജർമ്മനിയിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് ജർമ്മനിയിൽ പോയി ഒരു ജോലി ചെയ്യുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല. അത് നമുക്ക് എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഒരു വൊക്കേഷണൽ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. വൊക്കേഷണൽ പ്രോഗ്രാം രണ്ട് തരത്തിലാണ്. അതായത് നിങ്ങൾക്ക് തിയററ്റിക്കൽ സൈഡായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അതുപോലെ പ്രാക്ടിക്കൽ സൈഡായിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിക്കുന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു എംപ്ലോയർ അണ്ടറിൽ ജോലി ചെയ്യുക, അതേസമയം തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഫഷൻ, നിങ്ങൾ ചൂസ് ചെയ്തൊരു പ്രൊഫഷൻ നിങ്ങളവിടെ അതിൻ്റെ തിയററ്റിക്കൽ സൈഡും കൂടി പഠിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോർമലി ഒരു 2 years മുതൽ 3.5 years ആണ് മാക്സിമം ഡ്യൂറേഷൻ ഉണ്ടാവുക വൊക്കേഷണൽ പ്രോഗ്രാംസ്. 2 വർഷത്തെ കോഴ്സസും ഉണ്ട് ഹൗസ് ബിൽഡർ. അതുപോലെ 3.5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഹൗസ് ബിൽഡർ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സാധാരണ ഒരു 60 to 70% നിങ്ങൾ എപ്പോഴും പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഒരു 30 to 40% എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിയററ്റിക്കൽ സൈഡായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു +2 സ്റ്റാൻഡേർഡ് മിനിമം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഒരു ഹൗസ് ബിൽഡർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില കമ്പനികളൊക്കെ മസ്റ്റായിട്ടും സീനിയർ സെക്കൻഡറി സ്കൂൾ അതായത് +2 ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. 10th വെച്ചിട്ട് എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ നിങ്ങളുടെ ഏജിന് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. ആക്ച്വലി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡിഫൈൻ ചെയ്ത ഒരു ഏജ് ലിമിറ്റ് ഇല്ല ഹൗസ് ബിൽഡർ പ്രോഗ്രാമിന്. പക്ഷേ എന്നാലും പല കമ്പനികളും പ്രിഫർ ചെയ്യുന്ന ഒരു 16 to 25 ഏജിനുള്ളിലാണ്. പക്ഷേ നിങ്ങൾ 25 ഏജിന് എബോവ് ആണെങ്കിൽ പോലും നിങ്ങൾ പല കമ്പനികളും ആ ഒരു ഹൗസ് ബിൽഡർ പ്രോഗ്രാമിന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അറിയേണ്ടത്. എങ്ങനെ നിങ്ങൾക്ക് ഒരു ഹൗസ് ബിൽഡർ പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. ഫസ്റ്റായിട്ട് വേണ്ടത് നിങ്ങൾ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പ്രൊഫഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ഏരിയ എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഫഷൻ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു ട്രെയിനിങ് കമ്പനി, നിങ്ങൾ ഏതൊരു കമ്പനിയാണ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. അത് ഫൈൻഡ് ചെയ്യാൻ പല പോർട്ടൽസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല ജോബ് ഫെയറിൽ കൂടിയും തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾ അതിനുശേഷം വേണ്ട നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സാധാരണ ഇതിൽ ഒരു ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കവറിംഗ് ലെറ്റർ എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഒരു CV വേണം. പിന്നെ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, അതായത് 10th ആണെങ്കിലും അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഹൗസ് ബിൽഡർ പ്രോഗ്രാം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അതായത് ജർമ്മൻ ലാംഗ്വേജ് B1 അല്ലെങ്കിൽ B2 ലെവലിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ 2 തരത്തിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പല കമ്പനികളും നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത് ഓൺലൈനിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ചില കമ്പനികളൊക്കെ നിങ്ങളോട് തീർച്ചയായിട്ടും ഈ ഹാർഡ് കോപ്പീസ്, അതായത് നിങ്ങൾ നോട്ടറൈസ് ചെയ്ത ഹാർഡ് കോപ്പീസ് നിങ്ങൾ കമ്പനിക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ. ഇത് അയച്ചു കൊടുത്തതിന് ശേഷം കമ്പനി ഇതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യും. അത് മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സൂമിലോ അതുപോലെ മറ്റു പോർട്ടലിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് അവർ ഡിസൈഡ് ചെയ്യാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ്, അതായത് ഒരു കോൺട്രാക്റ്റ് അയച്ചു തരും. ഈ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ സാലറിയും മറ്റ് നിങ്ങളുമായിട്ടുള്ള ടേംസും കാര്യങ്ങളെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഓരോ വർഷത്തെ സാലറി, അതായത് ഫസ്റ്റ് ഇയറിലെ സാലറി, സെക്കൻഡ് ഇയറിലെ സാലറി, മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് നിങ്ങളോട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും, അതായത് 6 months കൂടുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് എൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നോളജ് തീർച്ചയായിട്ടും അവർ അസസ് ചെയ്യും. അതിനുശേഷമാണ് നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് അവിടുത്തെ തന്നെ, അതായത് ചേംബർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ചേംബർ ഓഫ് ക്രാഫ്റ്റ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള ഒരു ഫൈനൽ റെക്കഗ്നൈസേഷൻ, അതായത് നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഒരു അലവൻസ് ആണ്. അതായത് നിങ്ങളുടെ ട്രെയിനിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹൗസ് ബിൽഡർ പ്രോഗ്രാമിന് നോർമലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ ഈ ഹൗസ് ബിൽഡർ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു അലവൻസ് കിട്ടുന്നുണ്ടാവും. ഈ അലവൻസ് എന്ന് പറയുന്നത് സാധാരണ ഇതിലൊരു 800 euro മുതൽ ഒരു 1400 അല്ലെങ്കിൽ ഒരു 1500 euro വരെ ആയിരിക്കും നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് അലവൻസ് കിട്ടുന്നുണ്ടാവുക. അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന അലവൻസ് ആയിരിക്കില്ല, സെക്കൻഡ് ഇയറിൽ. എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു ഹൈക്ക് ഉണ്ടാവും നിങ്ങളുടെ അലവൻസിൻ്റെ കാര്യത്തിലൊക്കെ. ഓക്കെ.
പിന്നെ നിങ്ങളുടെ ലിവിങ് കോസ്റ്റാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ജർമ്മനിയിൽ ഇപ്പോൾ നിങ്ങളൊരു ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രധാനപ്പെട്ട ഒന്ന് വരിക എന്നുള്ളത് അക്കോമഡേഷൻ ആയിരിക്കും. അക്കോമഡേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിലൊരു 300 യൂറോ അല്ലെങ്കിൽ ഒരു 350 യൂറോ ഒക്കെ നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസസ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുഡിൻ്റെ ആയിരിക്കും. ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു 80 യൂറോ മുതൽ ഒരു 120 യൂറോ വരെയൊക്കെ ഒരു മാസം നിങ്ങൾക്ക് ഫുഡിൻ്റെ എക്സ്പെൻസസ് വരും. ഓക്കെ. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് വരും, ട്രാൻസ്പോർട്ടേഷൻ വരും. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു 30 യൂറോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജർമ്മനിയിൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു മാസത്തെ പാക്കേജ് കിട്ടും. അപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു 30 യൂറോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം അൺലിമിറ്റഡ് ആയിട്ട് ജർമ്മനിയിൽ പിന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുകൂടാതെ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ടത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അവിടെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട്, പബ്ലിക് ഇൻഷുറൻസ് ഉണ്ട്. സാധാരണ ഇതിലൊരു 60 യൂറോ മുതൽ ഒരു 120-130 യൂറോ വരെയൊക്കെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഒരു മന്ത്ലി നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. ഓക്കെ. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു 300 യൂറോ അല്ലെങ്കിൽ ഒരു 350 യൂറോ ഒക്കെ എക്സ്പെൻസസ് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ചില കേസസിൽ ചില കമ്പനികൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതായത് അക്കോമഡേഷൻ അവരുടെ ഓൺ ഹോസ്റ്റലുകളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വൊക്കേഷണൽ പ്രോഗ്രാം നഴ്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും ഹോസ്പിറ്റലുകാരൊക്കെ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് തന്നെ അവരൊരു ബിൽഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരാറും സാധാരണ അങ്ങനെ ചെയ്ത് കിട്ടാറുണ്ട്. ഓക്കെ. അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യം നമുക്ക് ഷുവർ അല്ല അവിടെ ചെയ്ത് കിട്ടുമെന്നുള്ളത്. പക്ഷേ ചില സെറ്റിങ്സിലൊക്കെ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടാനും ചാൻസസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിൽ നിങ്ങൾ വളരെ കീനായിരിക്കണം. അതായത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇപ്പം B2 ആണെങ്കിൽ B2 നല്ല ലെവലുള്ള ഒരു B2 നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ സ്പീക്കിംഗ് ഒക്കെ നന്നായിരിക്കണം. കാരണം അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ് അവർ നോക്കുന്നത്. നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലൊക്കെ അവർ തീർച്ചയായിട്ടും നോക്കും. കാരണം അവർ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ട്രെയിനിങ് സെഷൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലാംഗ്വേജ് വളരെ നന്നായിരിക്കണം. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജിൽ എന്തായാലും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാം ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എവറി 6 months എക്സാംസ് ഉണ്ടാവും. അതുപോലെ നിങ്ങളെ പ്രോജക്റ്റൊക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിനോടാണെങ്കിലും പിന്നെ സ്റ്റുഡൻസിനോടാണെങ്കിലും കൂടെയുള്ളവരോടാണെങ്കിലും നല്ല രീതിയിൽ ഒരു പെരുമാറ്റവും സഹകരണവും നിങ്ങൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളൊരു ഫ്യൂച്ചർ, അതായത് ആ കമ്പനി നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ജോബ് ഓഫർ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതും നിങ്ങളുടെ സ്കില്ലും നിങ്ങൾ മറ്റ് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തും കൂടി വേണമെന്നാണ് എനിക്കിതിനോട് ചേർത്ത് പറയാനുള്ളത്. ഓക്കെ. എന്തെങ്കിലും സംശയമോ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ.